ഞാൻ ഉദയൻ കാസർഗോഡ്. ഞാനിപ്പോൾ ഉള്ളത് മാട്ടൂരിലാണ്. 2 ദിവസം മുമ്പേ ഇവിടെ വന്നിട്ട് ഒരു എപ്പിസ് ഡോർസേറ്റ എന്ന് പറയുന്ന തേനീച്ചേനെ നീക്കം ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഒരു തെങ്ങിലാണ് കൂടിയിട്ടുള്ളത്. ഈ തെങ്ങിന് ഇതുവരെ നമ്മൾ നീക്കം ചെയ്തില്ല. ഇതാദ്യമായിട്ടാണ് നമ്മളൊരു പരിശ്രമം നടത്തുന്നത്. തെങ്ങിൽ കയറിയിട്ട് ഈ കോക്കനട്ട് ക്ലൈംബർ നോക്കിയിട്ട് അതിൽ കയറിയിട്ട് മുകളിൽ അതിനെ റിമൂവ് ചെയ്യണം. അപ്പോൾ അത് ഈ കുട്ടികളെല്ലാം ഈ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെല്ലാം ഇത് കുത്തുന്നു, ശല്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഇടക്കിടക്ക് പരുന്ത് കൂട്ടിയിട്ടാകുമ്പോൾ ബൈക്കിൽ പോകുന്ന എല്ലാവരെയും കുത്തും. അപ്പോൾ അതുകൊണ്ട് അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയം ഉണ്ടായിട്ട് വന്നതല്ല. എന്നാലും നമ്മുടെ സുഹൃത്ത് നദിയും പറഞ്ഞുകൊണ്ട് നിർബന്ധപൂർവ്വം നമ്മൾ ഇന്ന് എത്തി എന്നിട്ട് ഇവനെ റിമൂവ് ചെയ്യാൻ പോകുന്നപ്പോൾ കിട്ടുന്ന നമ്മൾ ഉദയേട്ടനും മാട്ടൂരേക്ക് വന്നിരിക്കുകയായിരുന്നു. ഇപ്പോൾ മാട്ടൂരിൻ്റെ ഒരാളായി. ഇപ്പോൾ തലേന്ന് ദിവസം മാട്ടൂരുണ്ടായിരുന്നു. ഇപ്പോൾ ഇനിയും മാട്ടൂർ ഇതുപോലത്തെ തണുത്ത പ്രദേശത്തായതുകൊണ്ട് തന്നെ ഒരുപാട് കടന്തൽ കൂടുതൽ മാട്ടൂർ പ്രദേശത്തുണ്ട്. ഇതിപ്പോൾ 2 ദിവസം മുമ്പ് കുട്ടികളെ കുത്തി, ഇന്നലെയും ഈ നമ്മളെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെയും അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ പരിസരത്തുള്ള ഒരു സഹോദരനെ കുത്തി. അവർ ഹോസ്പിറ്റലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് റിമൂവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് നമ്മൾ ക്ഷണിച്ചിട്ട് ഉദയേട്ടൻ വന്നതാണ്. തീർച്ചയായും ഉദയേട്ടൻ്റെ സേവനത്തിന് മാട്ടൂർ നമ്മൾ നന്ദി പറയുന്നു. അതെ, തെങ്ങിൻ്റെ മേലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അത് വലിയൊരു കാര്യമാണ്. നോക്കാം നമുക്ക്. നമ്മുടെ ദൗത്യം നല്ല സുന്ദരമായി വിജയിക്കട്ടെ. ഓടിക്കോ. അത് നദീമിന്റെ മാസ്റ്റർ പീസാണ്. ഓടിക്കോ. തുടങ്ങണം. ഈ വള്ളി വേണം. ഈ വള്ളി കൊണ്ട് ഇതെല്ലാം കെട്ടി റെഡിയാക്കിയിട്ട് പോകണം. അല്ലെങ്കിൽ ഇത് രണ്ടാമത് ഇറങ്ങേണ്ടി വരും ഞാൻ ഇതിന് വേണ്ടിയിട്ട്. ഇത് വേണമെങ്കിൽ ഇതിൽ കെട്ടി തൂക്കാം. മറ്റേ വിരലില്ലേ, ഈ ചൂല് തേനീച്ചേനെ നമുക്ക് തള്ളി താഴെയിടാൻ വേണ്ടി. നമ്മൾ കൈ കൊണ്ട് എടുക്കാൻ പറ്റില്ലല്ലോ. ഈ ചൂലുകൊണ്ട് തേനീച്ചേനെ നമ്മൾ തള്ളി താഴെയിടും. ഒരു വക ബോധം കെട്ടിരാകുമ്പോൾ അത് ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും. ഇത് ഉദയേട്ടന് ഇത്ര അർജൻറ്റായിട്ട് വിളിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ തൊട്ടടുത്ത് ഒരു നോർത്ത് മാപ്പിള UP സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്, UP സ്കൂൾ. അപ്പോൾ ഇതുവഴിയാണ് ആ വഴി അങ്ങോട്ടേ കുട്ടികൾ പോകുന്നത്. അപ്പോൾ ആ കുട്ടികളെ 2 പ്രാവശ്യമായിട്ട് ഈ തേനീച്ച ഓടിച്ച് കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഉദയേട്ടൻ ഇത്ര അർജൻറ്റായിട്ട് വരുത്തിച്ചത്. അതാണ് സമയം ഇല്ലാഞ്ഞിട്ട് നമ്മൾ എത്തിയതും അത് തന്നെ. കുട്ടികളെ കടിക്കുന്ന പറയുമ്പോൾ നമ്മൾ എത്തും. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. നമ്മൾ പിന്നെ പൈസയും പണിയും സമയത്തിൻ്റെ നോക്കൂല. ഇനിയിപ്പോൾ ഈ ശനിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ അടുത്ത ശനിയാഴ്ച ഉണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വന്ന്. എന്നിട്ട് ഈ തണുത്ത കാലാവസ്ഥക്ക് തേനീച്ച കൂട് കൂട്ടുന്നത് കുറച്ച് കൂടുതലായിട്ടുണ്ടോ? തണുപ്പാണ് ഇവർക്ക് വേണ്ടത്. വലിയ ചൂട് വേണ്ട. മഴ ഏതെങ്കിലും ഒരു മഴേനെ ചെറുത്തോളും. ചുറ്റും നിന്നിട്ട് മഴ ഒരു തുള്ളി അടക്ക കൊള്ളാത്ത രീതിയിൽ അവർ കവർ ചെയ്യും അതിനെ. എങ്ങനത്തെ മഴയായാലും അവർ പോവില്ല. പക്ഷേ ഇവിടുത്തെ തേൻ്റെ സ്രോതസ് ചെയ്യുമ്പോൾ ഇവിടുന്ന് സ്ഥലം വിടും. 3 മാസം പരമാവധി ഒരു 3 മാസം അവർ ഒരു സ്ഥലത്ത് നിൽക്കും. എന്നാണ് നമ്മളുടെ ആഗ്രഹം. പക്ഷെ എല്ലാം ഓടി വണ്ടിയിലും അവിടെയൊക്കെ പോയി നിൽക്കില്ലേ. പിന്നെ എങ്ങനെയാണ് എല്ലാവരും ദൂരെ പോയി വിളിച്ച് അല്ലെങ്കിൽ ഓരോ കടി വെച്ച് കൊടുക്കായിരുന്നു. ലാസ്റ്റ് നമുക്ക് അടിയിട്ട് വന്ന പേടി. ഈ കാണുന്ന ആൾക്കാരൊക്കെ വണ്ടിയുടെ ഉള്ളിൽ കയറി വിളിച്ചിട്ടുണ്ടാ. ഇതാ നമ്മളെ തേനിന്റെ ഹണിക്കോമ്പ് താഴത്തേക്ക് വന്നിട്ടുണ്ട്. മാറ്റി എടുക്കും. ഇതിൽ റാണിമുട്ടയൊന്നും ഉണ്ടായിട്ടില്ല. എന്താണ് ഇതിൻ്റെ അവസ്ഥ? ഇത് പറഞ്ഞാൽ വളരെ ചെറുത് പറഞ്ഞാൽ ഒരു 2-3 മാസം, അതിനധികം ആവില്ല ഇത് വന്നിട്ട്. അത്രേ ആവാൻ സാധ്യതയില്ല. പിന്നെ ഉറുമ്പിൻ്റെ ആക്രമണം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ. അതാണ് നിങ്ങൾ പറഞ്ഞത്. മുകളിൽ കയറിയില്ലേ, ഈച്ചകളെല്ലാം അങ്ങ് മുകളിലേക്ക് കയറുന്നുണ്ടായിട്ട് ഒരു വേറൊരു സ്ഥലത്തേക്ക്. ഇതാ ഉറുമ്പ് ഇത്ര തിന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിയായിരുന്നു. നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ പൊട്ടിയായിരുന്നു. പരുന്തിൻ്റെ ആക്രമണം ഉണ്ട്. ആ പരുന്ത് തിന്നെടുത്തായിരിക്കും ഉറുമ്പ് കയറിയത്. അപ്പോൾ തേൻ വന്നില്ലേ പുറത്തേക്ക്. അത് പോവും. ചിലപ്പോൾ ഇന്ന് തന്നെ പോകും. ചിലപ്പോൾ അടുത്ത തെങ്ങിലേക്ക് കൂടും. അത് കൂടും. അതങ്ങനെ. അവരൊരു രാവിലെ ഡ്യൂട്ടിക്ക് പോയവരുണ്ട്. അവർ തിരിച്ചു വരണ്ടേ. അവർ തിരിച്ചു വന്ന് അവരെല്ലാവരും കൂട്ടി റാണി ഒന്നിച്ച് പോകും.
അല്ലാതെ ഒറ്റക്ക് പോകില്ല അവർ. ഉദയേട്ട ഇത് എത്ര ഏകദേശം ഇതിന്റെ പ്രായത്തിൽ? ഇതൊരു 2 മാസമായിട്ടുണ്ടാവും എൻ്റെ ഒരു കണക്കൂട്ടൽ. ഒരു 2 മാസത്തിൽ കുറവ് താഴെ ഉണ്ടാവും. തേനില്ല, അത്യാവശ്യം ബ്രൂഡും പൂമ്പൊടിയും മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാ പൂമ്പൊടി, ഇത് എവിടെയുള്ള ഇതാ പൂമ്പൊടിയാണ് ഈ കാണുന്നത്. പിന്നെ ഇത് സമാധിയുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ഇതുവരെ നമ്മൾ നീക്കം ചെയ്തിട്ടാണ്. അപ്പോൾ പിന്നെ ഈ കുട്ടികളെ കുത്തുന്ന പറഞ്ഞുകൊണ്ട് നമ്മൾ തെങ്ങിന് വന്നിട്ട് റിസ്ക് ഏറ്റെടുത്തിട്ട് നമ്മൾ ശരിയാക്കി. അതിപ്പോൾ 2 ദിവസം ഉണ്ടാവും പാടാ, ചിലപ്പോൾ നാളെയോ. എന്തേ അത് മുട്ട. മുട്ട പുഴു. മുട്ട പറഞ്ഞാൽ ഈ ഇതിൻ്റെ ഉള്ളിലൊരു നൂല് പോലെ കയറിയിട്ടുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ, ഈ ഓട്ടയുടെ ഉള്ളിൽ, അത് മുട്ട. 3 ദിവസം മുട്ട, 4 ദിവസം പുഴു. ഒന്ന് ചുരുണ്ട് കിടന്നിട്ടുണ്ടോ പുഴു, കണ്ടിട്ടുണ്ടോ ചുരുണ്ട് കിടക്കുന്നുണ്ടോ റൗണ്ടിൽ, അത് പുഴു. പിന്നെ ഇത് സമാധി, ഇതാ ചുരുണ്ട് കിടക്കുന്നത് ഇതിനകത്ത്. ഇത് പാറത്തൂക്കം എന്നുള്ള തേനീച്ചാണ്. ഇത് പകൽ വെളിച്ചത്തിൽ കൂട് കെട്ടുന്നതാണ്. നമ്മൾ കൂട്ടിൻ്റെ ഉള്ളിൽ വളരില്ല. ഒരു കോളനിയിൽ ഒരു വർഷം കൊണ്ട് 50-60 കിലോ വരെ തേൻ ഉണ്ടാക്കാൻ പറ്റും അവർക്ക്. പിന്നെ അതിനു മുമ്പ് അവരിങ്ങനെ പോയാൽ അതിനനുസരിച്ച് കുറയും. ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാൻ പറ്റിയ ഉത്തരേന്ത്യയിലാണെങ്കിൽ 10-60 കിലോ വരെ തേൻ ഒറ്റൊരു അടയിൽ നിന്ന് 5 മീറ്റർ നീളം വരും, 1 മീറ്റർ വീതി വരും. ഇതിപ്പോൾ ചെറിയ മീറ്ററല്ലേ ഉള്ളൂ, 1/2 മീറ്ററേ ഉള്ളൂ. ഇത് 5 മീറ്റർ വരെ നീളം പോകും. അത്രയും അവർക്ക് ദിവസം പോകുന്ന പോലെ ഇങ്ങനെ. ആദ്യം നമ്മൾ വരുമ്പോൾ ഒരു ചെറിയൊരു കൂടാണ്ടാവും. അത് വലുതായി ദിവസം പോകുന്ന പോലെ ഇങ്ങനെ വീങ്ങി കൊണ്ടുപോകും, നമ്മൾ എടുത്ത് കളയുന്നത് വരെ. ചിലപ്പോൾ അടുത്ത തെങ്ങിൽ കൂടും, അത് പറയാൻ പറ്റില്ല. ഇതിന്റെ തൊട്ടടുത്ത തെങ്ങിൽ പോയിട്ട് കൂടും, അത് നമുക്ക് പറയാൻ പറ്റില്ല. തേനല്ല ഇത്, ഇതിൽ തേനില്ലല്ലോ. ഉദയേട്ടൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. കാസർഗോഡ് ഭാഗത്ത് നിന്ന് ഇതിന്ന് നമ്മൾ വിളിച്ച് നദീം മുഖേന ഇത് വിളിച്ച് ഇതിന്ന് എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ദൂരത്തുനിന്ന് വന്നു. നമുക്കറിയാം 2-3 ദിവസമായിട്ട് നമ്മളെ സ്കൂൾ കുട്ടികളെ ആക്രമിച്ച് NUP സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളൊക്കെ ആക്രമണം ഉണ്ടായി. അതുകൊണ്ട് തന്നെ സ്കൂൾ കുട്ടികൾക്ക് ഒരു ഡേഞ്ചർ എന്നുള്ളതാണ് കൂടെ തന്നെ ഇത് എത്രയും പെട്ടെന്ന് മാറ്റുക എന്നുള്ളത് നമ്മളെ ലക്ഷ്യം. ഏതായാലും വളരെ ദൂരത്തുനിന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ആ സഹായം ഞങ്ങൾക്ക് ഏറെ അനുഗ്രഹമാണ്. ഇത് മാറ്റിയിരിക്കുകയാണ്. തീർച്ചയായും നമുക്ക് നന്ദി അറിയിക്കും നിങ്ങൾക്ക്. ഇനിയും നമുക്ക് വേണ്ടി വിളിച്ചാൽ ഇതുപോലെ സഹായിക്കാൻ മനസ്സ് കാണിക്കണം തീർച്ചയായും.